നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ മൂല നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മൂല നക്ഷത്രം എന്ന് പറയുമ്പോൾ ധനുക്കൂറാണ്. ധനുക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപതിയും ആയിരിക്കുന്ന വ്യാഴം 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശത്രുസ്ഥാനത്ത് പോയിട്ട് വ്യാഴം നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ്. 4-ാം ഭാവാധിപതി 6-ാം ഭാവത്തിലാണ്. അപ്പോൾ ഇതിൽ ദൈവാധീനം കുറവുള്ളൊരു മാസമാണ്. എന്നാൽ ഭാഗ്യാധിപതിയായിരിക്കുന്ന സൂര്യൻ 16-ാം തീയതി വരെ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നിവൃത്തിസ്ഥാനത്ത് ഭാഗ്യാധിപതി നിൽക്കുന്നത് കാരണം കുറച്ച് ഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. കർമാധിപതി പക്ഷേ അഷ്ടമത്തിലാണ്. അപ്പോൾ കർമാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ 19-ാം തീയതി കഴിഞ്ഞാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ദാമ്പത്യ സംബന്ധമായിട്ടൊക്കെ കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ടൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അഷ്ടമത്തിൽ തന്നെയാണ് ശുക്രൻ നിൽക്കുന്നത്, കർക്കിടകൻ രാശിയിൽ. അപ്പോൾ മറ്റുള്ളവരെ അപ്രിയമായിട്ട് സംസാരിക്കുന്നത് കേൾക്കാനിട വരിക, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സുഹൃത്തുക്കളൊക്കെ അകന്നു പോകാനിട വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗം ഉള്ളത് കൊണ്ടൊന്ന് ശ്രദ്ധിക്കണം. വീട് വിട്ട് നിൽക്കാനാണ് യോഗം. 4-ാം ഭാവത്തിൽ രാഹു ആണല്ലോ. അപ്പോൾ 4-ൽ രാഹു എന്നതിൻ്റെ പാപയോഗം 4-ൽ വന്നത് കാരണം കൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കാനുള്ള യോഗമാണ്. അതേപോലെ തന്നെ കർമ്മസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതുവാണ്. തൊഴിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്കുള്ളത് ലഗ്നാധിപതിയുടെ ദൃഷ്ടിയാണ്. സർവേശ്വരകാരകനാണ്, 4-ാം ഭാവാധിപതിയാണ്. അതുകൊണ്ടൊക്കെ അനുകൂലമായിരിക്കുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലം കിട്ടുന്നത് കാരണം കൊണ്ട് ഈ മാസത്തിൽ സാമ്പത്തിക വർധനവിന് കുറച്ച് യോഗമുള്ള സമയമാണ്. എന്നാൽ പൊതുവേ ഭാര്യയ്ക്ക് കുറച്ച് ദേഷ്യം എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, കുടുംബക്കാരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത്രയൊരു അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചും വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് സാധിക്കാൻ യോഗമുണ്ടെങ്കിൽ പോലും ഉടനെ എന്ന് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. കാരണം ആദ്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതൊന്ന് മുടങ്ങിപ്പോയതിന് ശേഷമൊക്കെ പിന്നീടാണ് അത് അനുകൂലമായിട്ട് വരിക. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശത്രുദോഷം പോലെയുള്ള വിഷമങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്തില്ല. കാരണം ശത്രുകാരകനായിരിക്കുന്ന ചൊവ്വയും ലഗ്നാധിപതിയും ശത്രുസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ കാരകൻ ഭാവത്തെ നശിപ്പിക്കുക എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് ശത്രുദോഷത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും രോഗകാരകത്വം കൂടി ചൊവ്വയ്ക്കുള്ളത് കാരണം കൊണ്ട് ലഗ്നാധിപതി രോഗസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ടും ശാരീരികമായിട്ട് കുറച്ച് അവശതകൾ ഉണ്ടാകുക, എന്തെങ്കിലും ചില്ലറ രോഗം, പനി പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട്. തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരിക, അടുത്തേട്ടം കുറച്ച് കൂടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അത് കാരണം കൊണ്ട് തന്നെ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുകയും ദൈവാധീനം വർദ്ധിക്കാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടും ചെയ്യണം. കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക, നാഗപൂജ ചെയ്യണം. മാത്രമല്ല കുടുംബക്ഷേത്രം ചതുർത്ഥനാഥസ്യ ദൈവതം വ തസ്യാനുരൂപം കലു ധർമ്മദൈവം എന്ന്. അപ്പോൾ കുടുംബക്ഷേത്രത്തിലെ ദേവതയ്ക്ക് എന്തെങ്കിലും അപ്രീതി പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് കുടുംബക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നത് ഈ മാസം നല്ലത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.